ചാനൽ. അപ്പൊ ഇന്ന് ഞാൻ ദുബായിക്ക് വന്നിട്ടുള്ള ആദ്യത്തെ വീഡിയോ ആണ്. വന്നിട്ട് കുറെ ദിവസമായെങ്കിൽ ഇന്ന് ആദ്യത്തെ വീഡിയോ എടുക്കാണ്. അപ്പൊ ഇന്ന് നമുക്ക് ഇവിടെ ഉള്ള ഒരു പാർക്ക് വാ. ഗായ്സ് ഞങ്ങൾ പോവാൻ തുടങ്ങി. ഞങ്ങൾ വണ്ടിയിൽ കയറിയിട്ട് ഞങ്ങളിത് ഇറങ്ങിയതും ബ്ലോക്കിൽ പെട്ടു. കംപ്ലീറ്റ് ചെയ്തിട്ട് പറ. നമ്മളെ ബ്ലോക്കിൽ നിന്ന് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇനി ഞാൻ ബാക്കി ഷോർട്സ് ഒക്കെ നമ്മള് പാർക്കിലെത്തിയിട്ട് എടുക്കാം. അങ്ങനെ ഗൈസ് ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ഗൈസ് ഇതെടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഒക്കെ കാണുന്നുണ്ടാവും. ഇതാണ് പാർക്ക്. അപ്പൊ ഗൈസ് ഫസ്റ്റ് കയറാൻ പോണ റൈഡ് ഇതാണ്. നമുക്ക് കയറണം. ഗൈസ് ഇതാട്ടോ ഇതിൻ്റെ ഉള്ളിൽ. നമുക്ക് ഒരു സൈഡിൽ നിന്ന് തടയുക. ഇവിടെ നിൽക്കണവര് ഇന്ന് ചാടിയിട്ടാ പോണേ. ഇതിൻ്റെ മീതക്കൊക്കെ കയറാം. അതിന് മുന്നേ ഇതിൽ കയറാം. വീട് ഷെയ്ക്കാവും. വേറെ അറിയാലോ, എല്ലാവരും ചാടിയിട്ടാ പോണേ. ഇവിടെ ഒരിക്കൽ നടക്കാൻ പറ്റില്ല. നമ്മളൊരു മോൺസ്റ്റർ ക്രാബ് ഉണ്ട് നമ്മുടെ മീതെ. ലെച്ച് വരുന്നു ബാക്കിലൂടെ. ഗസ് ഞാൻ അതിന്റെ മീതൊക്കെ ഞാൻ ക്ഷീണിച്ചു പോയി. അന്ന് കാര്യമില്ല, പക്ഷെ ക്ഷീണിച്ചു. കേറ് കേറ്, നോക്ക് നോക്ക്. നെക്സ്റ്റ് റൈഡാണ്. ഓക്കെ വെച്ച് കയറാൻ പോവുകയാണേ. യോ ലെച്ച് കയറി ഗൈസ്. ഇന്നെ കൊണ്ട് അയക്കില്ല. നമുക്ക് നെക്സ്റ്റ് ഏരിയയിലേക്ക് പോവാം. ഇത് ഓക്കെ ഗൈസ്, ഇതെങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഇതിൻ്റെ മീതൊക്കെ കയറിയിരിക്ക. ഇങ്ങോട്ട് ഓക്കെ. അയ്യാ അയ്യാ ഗൈസ് ഞാൻ നേരത്തേക്ക് വീണേ. അയ്യാ നെക്സ്റ്റ് ഓക്കെ ഗൈസ് തൂണുകളുടെ ഇടയിലൂടെ ഒക്കെ പോവാം. കയറിയാലോ ചൂത്താൻ. ഇവിടെ നോക്കിയാൽ ഒക്കെ ഇങ്ങനത്തെ ഒരു ആംബിയൻസ് ഉണ്ടോ കാണുക. വെച്ച് നോക്കിയാൽ ഇതേ കൂടെ കയറണേ. കടക്കൊണ്ട് വെച്ചു. അപ്പൊ ഞാനാ വരാൻ പോണേ. ഞങ്ങൾക്ക് നെക്സ്റ്റ് ഏരിയയിലേക്ക് പോവാം. അയ്യോ ക്യാമറ മൂടി പിടിച്ചു. നെക്സ്റ്റ് ഏരിയ വാ. ഇങ്ങനത്തെ ഒരു ഓപ്പൺ ഏരിയ ആണ് കേട്ടോ ഗൈസ്. ഇതൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് അയ്യാ ഇങ്ങനെ വീഴും. ഇവിടെ പലതും നമ്മൾ വെറുതെ വെച്ചിട്ടുണ്ടെന്ന് കരുതിയിരുന്നു. നമ്മളെ വീഴ്ത്തിയിടുന്ന ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഈ സാധനമൊക്കെ എങ്ങനെയാ അറിയോ? ദിസ് ഈസ് പഞ്ചിങ് ബാഗ്. അയ്യോ ഇത് വേറൊരു പഞ്ചിങ് ബാഗ്. എൻ്റെ എതിരാളി. നെക്സ്റ്റ് ഏരിയ അയ്യോ ഗൈസ് കയറി.
ഗായ്സ് ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കടങ്ങി ഗായ്സ്. അയ്യോ അങ്ങനെ ഗായ്സ് നമ്മളെത്തി. ഞങ്ങൾക്ക് ഇതിൽ നിന്ന് ഇറങ്ങി. അപ്പൊ ഗായ്സ് ഞങ്ങൾ അവസാനം അതിൽ നിന്ന് ഇറങ്ങി. അപ്പൊ കണ്ട ഇറങ്ങിയപ്പോഴേക്കൊരു കോലായി. ഇതിലാട്ടോ ഞങ്ങൾ കയറി. അത്യാവശ്യം സ്പേസ് ഒക്കെ കളിക്കാനൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ. ഞങ്ങൾക്ക് അച്ഛൻ പറഞ്ഞു റൈഡിലും കൂടിയും കയറിക്കോന്ന്, കാരണം ഞങ്ങൾക്ക് ഇന്ന സ്ഥലത്തേക്ക് പോകാണ്ട്. അപ്പോൾ അതിന് മുന്നേ റൈഡിലും കൂടിയും കയറിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ഏതിൽ കയറണം എന്നാണ് ഞങ്ങൾ തപ്പുന്നത്. ഇവിടെ പല റൈഡും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒന്ന് കറങ്ങി വരിക. അപ്പോൾ കാണുകയും ചെയ്യാം, ഒന്ന് സെലക്ട് ചെയ്യാമല്ലോ നല്ലത് നോക്കിയിട്ട്. അമ്മ ഇതിൽ കയറട്ടെ. കണ്ടോ അമ്മയ്ക്ക് ഇതിൽ കയറുമ്പോൾ അമ്മ റയ്യോ എന്ന് പറയണേ. ഇത് കണ്ടോ നിങ്ങൾ പറയട്ടോ, ഞാൻ ഇതിൽ കാണിച്ചു തരണേൽ നിങ്ങളുടെ ഫേവറേറ്റ് റൈഡ് ഏതാന്ന്. ഗൈസ് ഈ റൈഡ് നോക്കി അറ്റാൻ വരെയും കൊണ്ടുവിട്ടതിൽ. പക്ഷെ ഇത് എന്താ അറിയില്ല, ഇത് ഓൺ ആക്കിയിട്ടില്ല, ഓഫ്. ചിലപ്പോൾ വർക്കിങ് ചെയ്യണമെന്നറിയില്ല എന്ന് തോന്നുന്നു. ഇതുവരെ ഇത് ഇങ്ങനെ കൊണ്ടുപോയിട്ട് അറ്റാൻ വരെയും കൊണ്ടുപോകും. ഞാൻ സർവ്വധൈര്യം എടുത്ത് കയറാൻ പോകുന്നതാണ്. നല്ല ടെൻഷനുണ്ട്, വാള് പിടിക്കുന്നൊക്കെ അറിയില്ല. അതാ അതാ ലാസ്റ്റ് ഫീതാവമ്മ എൻ്റെ റൈഡ് കഴിഞ്ഞ പകുതിക്ക് ഞങ്ങൾ നിർത്തി. വേണ്ട ഞാൻ അലറിയിട്ട്. അപ്പോൾ അടുത്തത് ലച്ചുവിൻ്റെ റൈഡാണ് ഒട്ടകം.
ഒട്ടകങ്ങൾ വരി 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 അങ്ങനെ വരി വരി ആയിട്ടൊരു ലോഡ് ഒട്ടകങ്ങൾ ഉണ്ട്. അതിൽ ഒരെണ്ണത്തിൽ അമ്മയുണ്ട്. ലച്ച ഹായ് ആണിക്കേ, ഹായ് ഹായ്. എനിക്ക് പേടിയത്. ഞാൻ പറയട്ടാ വയ്യ. ഒരു റൈഡിൽ എനിക്ക് തല കറങ്ങി ഛർദിക്കാനൊക്കെ വന്നാലും പിടിച്ചു നിന്നിട്ട് അമ്മ വിചാരിച്ച് ഞാൻ ബോധം കിട്ടും. ഞാൻ പേടിച്ച് കണ്ണടച്ച് കറക്കായിരുന്നു പതിവ്. അടുത്തത് ഞാൻ കയറാൻ പോകുന്ന റൈഡാണ് ദിസ് വൺ. ഇതിൽ കയറാണ്. ഇതിന് അതിനേക്കാൾ തപ്പാവും. ഒറ്റടലാണെന്നൊക്കെയാണ് പറയണത്. നോക്കാം നമുക്ക് എന്തായാലും. ഇതേപോലെ തന്നെ ഞാനൊരു തവണ കക്കാടംപോയി പോയപ്പോൾ ഒരു ഒക്ടോബർ സമ്മർ കയറി. അത് ഇങ്ങനെ ആയിട്ട് ഞാനും പിന്നെ എൻ്റെ ചെറിയച്ഛനും ഒരൊന്നില്, പിന്നെ മേമയും പിന്നെ എൻ്റെ 2 അനിയത്തിമാരും ഒന്നിലായിരുന്നു. അപ്പൊ ഇതില് ഞാൻ ഒറ്റയ്ക്കാണ്. തൊട്ടപ്പുറത്ത് ചിലപ്പോൾ അച്ഛനുണ്ടാവും. അച്ഛൻ ഒന്നിന് കയറി. എൻ്റെ ക്ഷീണം എപ്പോഴും മാറിയിട്ടില്ല എന്നാണ് പറയണത്. എന്നാലും നമുക്ക് നോക്കാം. അമ്മയ്ക്കൊക്കെ സുഖമാണ് കാശ്. അവിടെ നടന്ന് ഇങ്ങനെ കറങ്ങി ഞങ്ങളെ ഇങ്ങനെ ഇട്ട് നിലത്തൊക്കെ കയറി. വലിയ ചതിന്റെ അമ്മ എന്നോട് ചെയ്തു. കാരണം എന്താ അറിയോ, ഞങ്ങൾ എന്റെ അമ്മ റെക്കോർഡ് ചെയ്തില്ല. അതുകൊണ്ട് അതിന്റെ വീടൊക്കെ ഇങ്ങനെ ഇട്ടില്ല. എന്തായാലും നിങ്ങൾ കാണാത്ത കാര്യം ഞാനടച്ച് കണ്ണടച്ച് കിടക്കുകയായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും കടച്ച കാണാം. ഇറങ്ങിയേക്ക് നടന്നോ അച്ഛാ? കുതിര പറക്കണ്ടോ? ഒരു ഹായ് കൂടെ. ഒരു ഫാമിലി ട്രിപ്പ് അടിക്കാൻ ഒരു പുതിയ കാർ എടുത്തിട്ടുണ്ട്. അച്ഛനും അമ്മയും ബാക്കില്, ഞങ്ങളിവിടെ ഫ്രണ്ടില് ഒരു ഡ്രൈവറേ ഉള്ളൂ. പിന്നെ കുട്ടികൾക്ക് വേറെ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ സൈക്കിളൊക്കെ അല്ല അവിടെ. ഫുഡൊക്കെ അവിടെ കൊടുന്ന് വെച്ചേക്കും. അങ്ങനെ ഗായ്സ്, നമ്മളെ 15 മിനിറ്റത്തെ ഡ്രൈവിങ്ങിന് ശേഷം നമ്മൾ അടുത്ത റൈഡിലോട്ട് പോവാണ്. ദിസ് ഈസ് അവർ ലാസ്റ്റ് റൈഡ്. ഇത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വരും. അതിന് മുന്നേ നമുക്കൊരു റൈഡിലും കൂടി കയറാം. സത്യം പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും ഇവിടെ റാസൽ ഗെയിമിൽ ഇങ്ങോട്ടൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ പീക്കോക്ക് അങ്ങനത്തെ വണ്ടിയിൽ കയറാം. കാരണം നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് 15 മിനിറ്റ് ഈ പാർക്ക് ഫുള്ളും ചുറ്റിക്കാണാം. ഞങ്ങൾക്ക് ചുറ്റിക്കണ്ട് റിവേഴ്സ് എടുത്ത് അവിടെ എത്തിയതും 15 മിനിറ്റ്, 1 മിനിറ്റ് ആകുമ്പോഴേക്കും നിങ്ങൾ തിരിച്ചെടുത്താൽ മതി. അപ്പോഴേക്കും അവിടേക്ക് എത്തിക്കോളും. അച്ഛനും ഇതാ നടക്കുന്നു. ഞങ്ങൾ പച്ചപ്പ് പിരിച്ച പുൽ മൈതാനങ്ങളിലൂടെ നടക്കുകയാണ്. നമ്മുടെ നെക്സ്റ്റ് റൈഡ് ഇത് നമ്മൾ സാധാരണ കാണാൻ പോലെ ഒന്നല്ല കേട്ടോ. മീതൊക്കെ പോയി മിനി റോളർ കോസ്റ്റർ ആ സാധനം തന്നെ കയറാൻ പോവാണ്. ഇനി വരാം.
കേട്ടിട്ട് അപ്പൊ ഇനി മേലെ തൊള്ള തുറന്നു വിടരുത്. ഇതേ നിക്കറിൽ മുള്ളി വരുന്നുണ്ട്, ടൗസറിൽ മുള്ളിട്ടുണ്ട്, ടൗസറിൽ മുള്ളിണ്ട്, ടൗസറിൽ മുള്ളി വരുന്നുണ്ട്. അയ്യോ അങ്ങനെ അവസാനം ഞാൻ അതിന് ഇറങ്ങിയ ഗായ്സ്. എൻ്റെ പൊന്നോ ഒടുക്കത്തെ സ്പീഡ് എന്ന് വെച്ചാൽ ഒടുക്കത്തെ സ്പീഡ്. അപ്പോൾ നിൻ്റെ അനിയത്തി കയറാൻ പോണ റൈഡാണിത്. അങ്ങനെ ഓളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അടിയുന്ന നീച്ചോ. അങ്ങനെ ഗൈസ് ഞങ്ങൾ ഇറങ്ങി. കുറേ നേരം ഇവിടെ വന്നിട്ടോ. പിന്നെ നേരം കുറേ പിന്നെ ഇവിടെ ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് പൂട്ടില്ലോ, അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി. പക്ഷെ ഇപ്പോഴും ആൾക്കാർ വരുന്നുണ്ട്. ഇവിടെ 12 മണി വരട്ടുണ്ട് എന്ന് തോന്നുന്നു ഗൈസ്. ആ വരി ഫുള്ള് ഞങ്ങൾ കയറിയ ഭാരത്തെ വണ്ടികളാട്ടോ. പീക്കോക്ക് ഉണ്ട്, പിന്നെ രഥമുണ്ട്, പിന്നെ എന്തോ പ്രിൻസസിൻ്റെ ഉണ്ട്, പിന്നെ നമ്മുടെ ഷിൻചാനിൽ കാണാറുണ്ടല്ലോ എന്ത് ഒരു ഹീറോ, ആ ഷിൻചാൻ്റെ ഒരു ബെസ്റ്റ് കാർട്ടൂൺത്തെ ആള്, അയാളുടെ അതൊക്കെ ഉണ്ട് അവിടെ. എൻ്റെ വീഡിയോസ് സ്ഥിരം കാണുന്ന ഹരി എന്ന് പറഞ്ഞൊരു മാമേനെ ഞങ്ങൾ ഇവിടുന്ന് കണ്ടിരുന്നു. പിന്നെ അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു, ചമ്മല് കാരണം അത് ഞാൻ അപ്പം എടുത്തില്ല. അതുകൊണ്ട് ആ മാമേനെ ഞാൻ ഇതിൽ പറയുന്നുണ്ട്. കാര കയറി നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. ക്ഷീണിച്ചു, വിശക്കുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഹരി എന്ന് പറഞ്ഞ മാമ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു ഹായ് നയിക്കണം. പിന്നെ ഗായ്സ് ഞങ്ങൾ സഫാരി മാളിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഫുഡ് കഴിക്കാം. അങ്ങനെ ഗായ്സ് ഞങ്ങൾ മാളിൻ്റെ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് തന്നെ ഫുഡിൻ്റെ സെക്ഷനിലേക്കാണ് പോകുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട്. അങ്ങനെ ഗായ്സ് ഞങ്ങളെ മീതത്തിലോട്ട് പോവാണ്. ഗായ്സ് ഇതേപോലെ നടിയിക്കാണ്ട് കേട്ടോ. ഗായ്സ് ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ്സ് ഒക്കെ വന്നിട്ടുണ്ട്. മസാല ദോശ ഉണ്ട്, നെയ് റോസ്റ്റ് ഉണ്ട്, പിന്നെ ചപ്പാത്തി ഉണ്ട്, പിന്നെ കറി 2 ടൈപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് വേഗം കഴിക്കാതെ. അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബാക്കി നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി വീട്ടിലെത്തി. അപ്പോൾ ബാക്കി എടുക്കാൻ പറ്റാത്തത് കാരണം മൊബൈലത്തെ ചാർജ് കഴിഞ്ഞു, അതുകൊണ്ടാണ്. അപ്പോൾ ബൈ ബൈ, ടാറ്റ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. എൻ്റെ ഫോൺ തല്ലി പൊട്ടിച്ചു. എന്ത്?